ദേവഗണങ്ങളിൽ അത്യുന്നതൻ, നിന്നോടു തുല്യനായി ആരുമില്ല. ദേവഗണങ്ങളിൽ അത്യുന്നതൻ, നിന്നോടു തുല്യനായി ആരുമില്ല. ആകാശത്തിൻ കീഴെ ഭൂമിക്കുമീരെ വേറൊരു നാമവും രക്ഷയ്ക്കില്ല. ആകാശത്തിൻ കീഴെ ഭൂമിക്കുമീരെ വേറൊരു നാമവും രക്ഷയ്ക്കില്ല. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നീ മാത്രമാണെൻ്റെ നിത്യദൈവം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, 63 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള 11 ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുത്തുന്നു. എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. തിരുവചന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദൈവമക്കളെ എത്ര അനുഗ്രഹം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ആമേൻ. നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതമാർഗം സ്വർഗത്തിലെ ദൈവം തുറന്നു തന്നപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, കഴിഞ്ഞ നാളുകളിലൊക്കെ എങ്ങനെയായിരുന്നു ഇത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ പിൻകാലങ്ങളെ ഒന്ന് ഓർത്താൽ ഈ ദൈവം എത്ര നല്ലവനാ, ഈ ദൈവം എത്രത്തോളം നമ്മളെ വഴി നടത്തി, നമ്മളെ കരുതുന്ന ഈ ദൈവം, നമ്മളെത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ ഓർത്താൽ ദൈവമക്കളെ രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയല്ലേ, മഹത്വപ്പെടുത്തുകയല്ലേ. അതെവിടെ നമ്മളെ കേൾപ്പിക്കുന്നത്? എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സു കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കണ്ടിട്ടുള്ള ഏതൊരു ദൈവവചനം എത്രമാത്രം ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാലും, എത്രത്തോളം കൂട്ടുകാരും വീട്ടുകാരും ഉണ്ടെങ്കിലും കൃത്യസമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഒരു ദൈവവചനത്തിന് സമാധാനം ഉണ്ടാകത്തില്ല. ഏത് മഹാകഷ്ടത്തിന്റെ നടുവിലായിരിക്കട്ടെ, കണ്ണുനീരിൻ്റെ നടുവിലായിരിക്കട്ടെ, കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നത് അതെത്ര അനുഗ്രഹമാണ്. ആ ദൈവവുമായിട്ടുള്ള ബന്ധം അത്ര വലുതാണ് ദൈവമക്കളെ. അപ്പോഴാണ് കഷ്ടതകൾ മറന്ന് ഉല്ലസിക്കുന്നത്. അമ്മേ ഹല്ലേലൂയ. എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സു കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. മരുഭൂമിയിൽ വെച്ച് ചമച്ചതാ. ഹല്ലേലൂയ. എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. കഷ്ടതകൾ മറന്ന് ഉല്ലസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവമക്കളെ, അത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഏതൊരു ദൈവവചനം പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി നന്നായിട്ട് ആരാധിച്ച് സ്തുതിക്കും. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം വാഴ്ത്തി നിറച്ച് അനുഗ്രഹിക്കും. ആമേൻ. നമ്മുടെ സന്തോഷം കർത്താവ്. പ്രാർത്ഥന അത് നമ്മുടെ ജീവനാണ്. പ്രാർത്ഥിക്കുന്ന സമയത്താണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ കർത്താവുമായിട്ടുള്ള ആ വലിയൊരു ബന്ധം സ്ഥാപിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന ദൈവം തന്ന ഉപകാരങ്ങളൊക്കെ അങ്ങോട്ട് ഓർത്താൽ ദൈവമക്കളെ, കഷ്ടതകളെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളും വേദനകളും അതൊന്നും നമുക്ക് സാരമല്ല. ദൈവം തന്നിരിക്കുന്ന നന്മകളെ ഓർത്താൽ, നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന നന്മകളൊന്ന് ഓർത്താൽ ഇക്കാലത്തിലെ കഷ്ടമൊന്നും സാരമില്ല ദൈവമക്കളെ. അതുകൊണ്ട് തളരാതെയും പതറാതെയും പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. പ്രാർത്ഥനയുടെ സമയത്ത് തീർച്ചയായിട്ടും കൃത്യസമയം എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം നമ്മുടെ കൂടെ തന്നെയാണ്. യേശുവേ സ്തോത്രം. ഇത് ദേവഗണങ്ങളിൽ അത്യുന്നതനാണ്, സകല ജാതികൾക്കും ദൈവമാണ്. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വാരി വിതറി കൊടുക്കുന്ന ദൈവമാണ്. നിറഞ്ഞ കൃപയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമായ കർത്താവേ, അത്യുന്നതനായ ദൈവത്തെ ആരാധിച്ചും എൻ്റെ കർത്താവിനെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും എൻ്റെ കർത്താവിന് വേണ്ടിയായി തീരുവാൻ തക്കവണ്ണം കർത്താവെ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏഴെകളും കൊടിയോളം താഴ്ത്തി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി സമർപ്പിക്കുക കർത്താവെ, വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ, ആ സ്നേഹത്തിന് തുല്യം നിൽക്കാൻ മറ്റൊന്നുമില്ല കർത്താവെ. യേശുവേ, അവിടുത്തെ ദയ ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ, അവിടുത്തെ കൃപകൾ ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ. യേശുവേ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക്
ഒറ്റിരിക്കുന്ന മക്കളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം സ്തോത്രം കർത്താവേ. ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി പാടിയും വാഴ്ത്തിയും സ്തുതിച്ചും കർത്താവെ അങ്ങേക്ക് വേണ്ടി ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവിൻ്റെ പാദപീഠത്തിൽ കത്തിത്തീരുന്ന ഒരു മെഴുകുതിരി പോലെ ആയിത്തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.